തിരൂർ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിംഗ് മാൾ ഒക്ടോബർ 20-ന് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ആസാദ് ഗോൾഡ് ഗ്രൂപ്പിൻ്റെ പുതിയ സംരംഭം ദ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിംഗ് മാൾ എന്ന പുതിയ സംരംഭം തുടക്കം കുറിക്കുന്നു. നമുക്കറിയാം, മുൻകാലങ്ങളിലെല്ലാം മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ടായിരുന്നു ഇവിടുത്തെ വിവാഹ ആവശ്യത്തിനുള്ള വസ്ത്രങ്ങൾ ഈ നാട്ടുകാർ, ഈ പരിസരത്തെ പ്രദേശത്തുള്ള ആളുകളൊക്കെ പർച്ചേസ് ചെയ്തിരുന്നു. ഇന്ന് തിരൂരിൽ അത് മാറ്റം കുറിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ നമ്മളുടെ ബ്രൈഡൽ ക്രാഫ്റ്റിൻ്റെ ഒരു എയിം തന്നെ ഈ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലെ ആ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ പുറം നാടുകളിലെ കസ്റ്റമേഴ്സിനും തിരൂരിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള പുതിയ ഒരു വിപണന രീതിയിലാണ് ബ്രൈഡൽ ക്രാഫ്റ്റ് തുടക്കം കുറിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറായി 4 നിലകളിൽ, അതുപോലെ തന്നെ ബേസ്മെൻറ്റ് ഫ്ലോറും, അതുപോലെ തന്നെ വിശാലമായ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് പൂർണ്ണമായും വാഹന പാർക്കിങ്ങിന് ഉപയോഗിച്ചുകൊണ്ടും ഇതിലുപരി 100-ലധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്ന പാർക്കിംഗ് സൗകര്യങ്ങൾ പുറത്ത് സജ്ജീകരിച്ചുകൊണ്ടും ഓരോ നിലകളിലും ഓരോ വസ്ത്രങ്ങൾക്ക് പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ബ്രൈഡൽ ക്രാഫ്റ്റ് ഇവിടെ തുടക്കം കുറിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ പൂർണ്ണമായും റണ്ണിങ് മെറ്റീരിയലുകളും അതുപോലെ തന്നെ ഫർണിഷിങ്. നമുക്കറിയാം, മുൻകാലത്ത് നിന്ന് വ്യത്യസ്തമാണ് ഓരോ വിവാഹങ്ങളും. വിവാഹത്തിന് മുൻകാലങ്ങളിൽ വരവനും അവരുടെ കുടുംബങ്ങൾക്ക് മാത്രം വസ്ത്രം വാങ്ങിയിരുന്ന കാലഘട്ടത്തിൽ ഇന്ന് ഹോം ഫർണിഷിങ്ങിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വിശാലമായ ഹോം ഫർണിഷിങ് ഒരു ഏരിയ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോസ്മെറ്റിക്സും, അതുപോലെ തന്നെ പെർഫ്യൂംസിൻ്റെ ഏരിയയും, ലേഡീസിനുള്ള ബാഗുകൾ, വാച്ചുകൾ, അതുപോലെ തന്നെ മറ്റുള്ള വസ്ത്രവ്യാപാര മേഖലയിലൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു സിൽവറിന് ഒരു പ്രത്യേക കൗണ്ടറും ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ അതുപോലെ തന്നെ പൂർണ്ണമായി ബ്രൈഡൽ സെക്ഷനാണ്. വലിയ ഒരു ഏരിയ തന്നെ ബ്രൈഡലിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ആ മേഖലയിൽ നിന്നെല്ലാം നെയ്ത്തുകാരിൽ നിന്ന് നേരിട്ട് തന്നെ അത് നിർമ്മിക്കുന്ന ആളുകൾക്ക് നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സമയമെടുത്ത് പർച്ചേസ് ചെയ്തിട്ടാണ് ആ ബ്രൈഡലിനുള്ള സെലക്ഷൻ കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും നമുക്കറിയാം, ഇന്ന് ചൈന, അതേപോലെ തന്നെ തായ്ലാൻഡ്, മലേഷ്യ, ഗൾഫ് നാടുകളിൽ നിന്നടക്കം ഇന്ന് വസ്ത്രം എത്തിക്കാവുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളുണ്ട്. അവിടെ നിന്നെല്ലാം വസ്ത്രങ്ങൾ എത്തിച്ചുകൊണ്ടാണ് ബ്രൈഡൽ സെക്ഷൻ ഒരുക്കിയിട്ടുള്ളത്. അറേബ്യൻ വസ്ത്രങ്ങൾ നമുക്കറിയാം, അബായ എന്ന് പറയുന്ന അറേബ്യൻ വസ്ത്രങ്ങൾ, അതെല്ലാം പൂർണ്ണമായി തന്നെ അറബ് രാജ്യത്തും തന്നെ അവിടുത്തെ നെയ്ത്തുകാരെ കണ്ടെത്തി, അത് തുന്നലുകാരെ കണ്ടെത്തി അവിടെ സഞ്ചരിച്ചു, അവിടെ നിന്ന് ഇറക്കിയിട്ട് തന്നെയാണ് ഇവിടെ വിപണനം നടത്തുന്നത്. അതുപോലെ സെക്കൻഡ് ഫ്ലോർ എത്തിക്കഴിഞ്ഞാൽ വെസ്റ്റേൺ സെക്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കൽ പാശ്ചാത്യ രാജ്യങ്ങളാണ്. പക്ഷേ വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഗൾഫ് രാജ്യങ്ങളിലെ വസ്ത്രങ്ങളാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ സാധാരണ സ്ത്രീകൾ ഉപയോഗിക്കുന്നത്. ആ വസ്ത്രത്തിനാൽ തന്നെ വിപുലമായ ഒരു ഏരിയ തന്നെയാണ് സെക്കൻഡ് ഫ്ലോറിൽ ഒരുക്കിയിട്ടുള്ളത്. കിഡ്സിനും ബോയ്സിനും ഒരു വിപുലമായ ശേഖരം തന്നെ സെക്കൻഡ് ഫ്ലോറിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂ ബോൺ, നമുക്കറിയാം, സാധാരണ ടെക്സ്റ്റൈലിലൊക്കെ ന്യൂ ബോൺ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു ചെറിയ ഒരു സെക്ഷനാണ് ഉണ്ടാവുക. ഇത് ന്യൂ ബോണിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഏരിയ തന്നെ, അതും പൂർണ്ണമായി ഇമ്പോർട്ട് ചെയ്ത വസ്ത്രങ്ങളാണ് ന്യൂ ബോണിന് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ ഫസ്റ്റ് ഫ്ലോറിൽ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, ഒരു സ്റ്റുഡിയോ തന്നെ സജ്ജീകരിച്ചു. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവാഹം എന്ന് പറഞ്ഞാൽ അവർ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അവരുടെ സങ്കല്പങ്ങളുണ്ട്, വിവാഹത്തിൽ അവരുടെ വസ്ത്രസങ്കല്പമുണ്ട്. ആ വസ്ത്രസങ്കല്പത്തിനനുസരിച്ച് അവരുടെ ആശയത്തിനും ആഗ്രഹത്തിനും അനുസരിച്ചിട്ടുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ ഒരു ഡിസൈനറും അത് സ്റ്റിച്ച് ചെയ്യാൻ ഒരു യൂണിറ്റും ഫസ്റ്റ് ഫ്ലോറിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. തേർഡ് ഫ്ലോറിൽ പൂർണ്ണമായും ജെൻസിനുള്ള വസ്ത്രങ്ങളാണ്. ആ ജെൻസിൻ്റെ എല്ലാ സെക്ഷനുകളും ഹാൻഡ്ലൂമിൽ പ്രത്യേകം, കൈത്തറി തുണികൾക്ക് പ്രത്യേകം ഏരിയയും, അതുപോലെ തന്നെ വരനും വധുവിനുമുള്ള ഷർവാണിയും കോഡ് സൂട്ട് അടക്കമുള്ള
പിന്നെ വസ്ത്രങ്ങളും തേർഡ് ഫ്ലോറിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രമുഖ ബ്രാൻഡുകളായ ലൂയിസ് ഫിലിപ്പ്, അലൻസോളി, വാൻ ഹ്യൂസൻ, അതുപോലെ തന്നെ US പോളോ, ആരോ, ലിനൻ ക്ലബ്ബ് പോലത്തെ പിന്നെ പ്രമുഖ ബ്രാൻഡുകളും ധാരാളം സബ് ബ്രാൻഡുകളും ആ തേർഡ് ഫ്ലോറിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ആ തേർഡ് ഫ്ലോറിൽ തന്നെ അറേബ്യയിലെ കന്തൂറയ്ക്ക് ഒരു വിപുലമായ ഏരിയ തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഇന്നത്തെ നമ്മളെ നാടുകളിലെ പിന്നെ പണ്ഡിതന്മാരെല്ലാം അറേബ്യൻ കന്തൂറകൾ ധരിക്കുന്ന ആളുകളാണ്. അവർക്ക് വേണ്ടി തന്നെ ഒരു പ്രത്യേക സെക്ഷൻ, അതും UAE പോയി പർച്ചേസ് ചെയ്തുകൊണ്ടാണ് കന്തൂറ സെക്ഷൻ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു വ്യത്യസ്തമാർന്ന ഒരു വൈവിധ്യമാർന്ന ഒരു അനുഭവം തന്നെയായിരിക്കും ബ്രൈഡൽ ക്രാഫ്റ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ ഉദ്ഘാടനമാണ് ഈ 20-ാം തീയതി രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. പിന്നെ നമ്മുടെ തിരൂരിലെ മന്ത്രിയും കേരളത്തിലെ മന്ത്രിയും താനൂരിലെ MLA-യുമായ B. അബ്ദുറഹ്മാൻ, അതുപോലെ തന്നെ പിന്നെ PK കുഞ്ഞാലിക്കുട്ടി MLA, അതുപോലെ ET മുഹമ്മദ് ബഷീർ MP, അബ്ദുസമദ് സമദാനി MP, തിരൂരിൻ്റെ MLA കുറുക്കോളി മൊയ്തീൻ, തൊട്ടടുത്ത MLA ആയിട്ടുള്ള നമ്മുടെ ആബിദ് ഹുസൈൻ തങ്ങൾ, തിരൂരിലെ സ്വദേശിയും മണ്ണാർക്കാടിലെ MLA-യുമായ N. ശംസുദ്ദീൻ, തിരൂരിൻ്റെ മുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമ, വൈസ് ചെയർമാൻ രാമൻകുട്ടി, നമ്മുടെ വാർഡിലെ കൗൺസിലർ സതീശൻ, മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധീകരിച്ചിട്ടുള്ള നേതാക്കന്മാർ, മത സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലുള്ള നേതാക്കന്മാർ, ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ നേതാക്കന്മാർ, മറ്റ് പ്രമുഖരെല്ലാം ആ പരിപാടി സംഘടിപ്പിക്കും. അതുപോലെ തന്നെ പ്രമുഖ ഫാഷൻ ഡിസൈനറായിട്ടുള്ള സമീറ സനീഷാണ് പിന്നെ ഡിസൈനർ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ കന്തൂറ സെക്ഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് വൈലത്തൂരുള്ള ജലാലുദ്ദീൻ തങ്ങളാണ്. അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ളത്. അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം തിരൂരിന് സമ്മാനിച്ചുകൊണ്ടാണ് ബ്രൈഡൽ ക്രാഫ്റ്റ് തുടക്കം കുറിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് 18-ാം തീയതി വൈകുന്നേരം 4 മണി 18-ാം തീയതി വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെ തിരൂരിലെയും ഈ നാട്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും കുടുംബങ്ങൾക്ക് ഷോറൂം സന്ദർശിക്കാനും അവരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഒരു അവസരവും ഒരുക്കിയിട്ടുണ്ട്.